ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഉണക്കത്തി സ്റ്റോറീസ്. അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ എലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ടിലെ നെക്ക് എങ്ങനെ ഈ മോഡൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ അത് ട്രെൻഡിങ് കുർത്തിയായി മാറിക്കൊണ്ടിരിക്കലാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അതിനായിട്ട് മാക്സി തുണിയാണ് എടുത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊരു മാക്സി തുണി എടുത്തത്. അപ്പോൾ ഞാൻ അതിനകത്ത് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം ആദ്യം ലെങ്ത്ത് മാക്സി തുണി ആയതുകൊണ്ട് നമുക്ക് ലെങ്ത്ത് പരിമിതികളുണ്ടാവും. കാരണം ഇതിന് മാക്സിക്ക് കണക്കായ മീറ്റർ തുണി ഉണ്ടാവും. അപ്പം നിങ്ങൾ സാധാരണ മീറ്റർ അളന്ന് മേടിക്കുന്ന തുണിയാണെങ്കിൽ 2.5-3 മീറ്റർ മേടിക്കണം തുണി. എൻ്റെ കൈമിൽ ഇത്രയേ ഉള്ളതുകൊണ്ട് ഞാൻ താവ് അത്രയേ എടുക്കുന്നുള്ളൂ. മുട്ടിന് ജസ്റ്റ് താഴോട്ടേ ഞാൻ താവ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള കുർത്തകളെല്ലാം ഇപ്പോൾ താവ് അത്ര തന്നെയല്ലേ ഉള്ളത്. ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളിൽ ഇപ്പോൾ മുട്ടിന് താഴെ ജസ്റ്റ് ഇറക്കമുള്ള മാത്രമാണല്ലോ ഇടുന്നത്. അപ്പോൾ ഇറക്കം നിങ്ങളെ ഇതിനനുസരിച്ചെടുക്കാം. ഞാനിപ്പോൾ 40ആണ് എടുത്തത്. എനിക്ക് തുണീൻ്റെ ലഭ്യതക്കുറവ് കൊണ്ടും അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ അവിടെ ഒന്ന് താവ് ആദ്യം മാർക്ക് ചെയ്തിട്ട് എത്ര ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിലൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ആ തുണി 4ആയി മടക്കിയതിന് ശേഷം ഏറ്റവും സൈഡിൽ നിന്ന്, അതായത് ഓപ്പണിംഗ് ഉള്ള ഭാഗത്ത് 4 ഇഞ്ച് വീതിയും ഇങ്ങനെ താവ് 2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസായി വരയാം. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക തോളിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. പിന്നെ അതിന് ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്ത് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇനി സ്റ്റിച്ച് ചെയ്യാനാണ് പോകേണ്ടത്. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് നീർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലത്തെ ഭാഗം ഇങ്ങനെ ഒരു ചെറുങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മടക്കണം. അതായത് നമ്മളിപ്പോൾ അവിടെ എലാസ്റ്റിക് ത്രെഡ് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് തെറ്റ വൃത്തിയിൽ നിൽക്കേണ്ടതുകൊണ്ട് ഫോൾഡ് ചെയ്തിട്ട് മടക്കണം. ഇങ്ങനെ 2 സൈഡും ബാക്കും ഫ്രണ്ടും അങ്ങനെ ചെയ്യണം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കൈയാണ്. ലെങ്ത്ത് എടുത്തത് 17ഉം വീതി എടുത്തത് 31ആണ്. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ അളന്നൊന്ന് മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. മുറിച്ച് കട്ട് ചെയ്തതിന് ശേഷം അത് ചെരിച്ചിട്ട് വെക്കുക. ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട. ലെങ്ത്ത് 17ആണ്. അപ്പോൾ അത് 4 മടക്കിയതിന് ശേഷം അതും അങ്ങനെ തന്നെ അവിടെയും 4 അറ്റത്ത് 4 ഇഞ്ച് വീതിയും താവ് 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ചിട്ട് മുറിക്കുക. അത് കട്ട് ചെയ്തതിന് ശേഷം അത് നീർത്തി വെക്കുക. അപ്പോൾ നേരത്തെ പോലെ അതിൻ്റെ അറ്റത്തും നമ്മൾ എന്ത് വേണം, മടക്കി അടിക്കണം. മുകളിലത്തെ ഭാഗം നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒരു 2 ഇത് മടക്കി അടിച്ചു കൊടുക്കണം. ചെറുങ്ങനെ മടക്കണ്ടു. ഞാനിപ്പോൾ അടിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിനി സ്റ്റിച്ചിങ്ങിലോട്ടാണ് പോകേണ്ടത്. ഞാനിപ്പം പറഞ്ഞ പോലെ അതിങ്ങനെ മടക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്ക് അടിക്കുക. ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു ചെറുങ്ങനെ അടിക്കും. അത് ഫുള്ളായിട്ട് അടിക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല, കാരണം ലാഗായി പോകും. അപ്പോൾ അതാ അടിച്ചത് തീർന്നു. അപ്പോൾ 2 തുണി ഉണ്ടല്ലോ, ബാക്കും ഫ്രണ്ടും, അതും 2 ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ചെറിയ രീതിയിലേ അടിക്കുന്നുള്ളൂ, കാരണം ഒരുപാട് തുണി പോകും കണ്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ എത്ര വരെയാണോ എലാസ്റ്റിക് ത്രെഡ് വെച്ച് നമുക്ക് അടിക്കണ്ടേ അതിന് മാർക്ക് ചെയ്യണം. ഞാൻ ഇപ്പോൾ 8ആണ് ഇതിൻ്റെ അത് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ഞാൻ അടിച്ചിട്ട് അത് കുറഞ്ഞു പോയിട്ട് ഞാൻ 2 ഇഞ്ച് അധികം എടുത്തിട്ട് നിങ്ങൾ 10ലേക്ക് അടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഒന്നും കൂടി അടിച്ചിരുന്നു. നമുക്ക് 10 മാർക്ക് ചെയ്തിട്ട് അതിന് ശേഷം അവിടെ നിന്ന് ഒന്ന് വരഞ്ഞു നോക്കുക എവിടെയാണ് 10 കിട്ടിയത്. എന്നിട്ട് അവിടെ നിന്ന് മുതൽ അടിച്ചോ, കാരണം അല്ലേ നമുക്ക് വര അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി പോകും. അപ്പോൾ ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി. നമ്മൾ എലാസ്റ്റിക് ത്രെഡ് ഉണ്ടോ, വൈറ്റും കിട്ടും ബ്ലാക്കും കിട്ടും. അപ്പോൾ ഈ എലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ബോബിൻ്റെ ഇങ്ങനെ ഫേസിലേക്ക് നമ്മളിങ്ങനെ ചുരുട്ടി കൊടുക്കണം. അല്ലാണ്ട് മറ്റേ സാധാരണ നമ്മൾ അടിക്കുമ്പോൾ മെഷീൻ മേൽ വെച്ചിട്ട് അത് എന്താ പറയണ്ടേ ചവിട്ടിക്കഴിഞ്ഞാൽ സ്പീഡായിട്ട് കറക്കും. മെഷീന് കറക്കിത്തരും. ഇത് മെഷീന് കറക്കിത്തരില്ല, നമ്മൾ തന്നെ കറക്കണം. ഒന്ന് വലിച്ച് പിടിച്ചിട്ട് കറക്കുക. അതായത് എലാസ്റ്റിക് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് കറക്കിയിട്ട് അത് എത്ര ഏകദേശം ഒന്നും അറിയില്ലേ, അധികം ടൈറ്റാകുന്നവരെ നിറയ്ക്കരുത്. അതിങ്ങനെ നിറച്ച് വെക്കുക. എന്നിട്ട് ബോബിൻ കേസിലിടുക. പക്ഷെ ബോബിൻ കേസിലിട്ട് ഇതിലേക്ക് കൂടെ വരണ്ടെങ്കിൽ ആദ്യം അത് ലൂസായിരുന്നു. അപ്പോൾ ആ ബോബിൻ കേസിൻ്റെ സൈഡിൽ 2 ഇതുണ്ടാവും, ഒന്നാം സ്ക്രൂ ഉണ്ടാവും. അങ്ങനെ കണ്ടോ, ആ സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു ഇത് വെച്ചിട്ട് ലൂസ് ചെയ്ത് കൊടുക്കും. എന്നാലത് കുറച്ച് അതിൻ്റെ പുറത്തോട്ട് വരും. അപ്പോൾ അധികം ലൂസ് ചെയ്തിട്ട് ഇളകി പോകാനാക്കരുത്. ഒരു മിനിമം എന്താ പറയണ്ട പ്രഷറിൽ അത് വരുന്ന ഇതിൽ
ലൂസ് ചെയ്ത് കൊടുക്കുക ചെയ്യാനേ പാടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ മെഷീനിൽ വെച്ചിട്ട് ആ വരമ്പിലൂട്ട് അടിക്കുക. അടിക്കുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ബാക്കിൽ വലിച്ചിട്ട് വേണം അടിക്കാൻ, എന്നാലേ അത് ഒന്ന് ചുരുങ്ങി നിൽക്കും. എലാസ്റ്റിക് പൊതുവേ നമ്മൾ അടിക്കുമ്പോൾ പറയാറില്ലേ വലിച്ചടിക്കണം എന്ന്, അതേ ടെക്നോളജി തന്നെ ഇവിടെയും വേണം. ഞാൻ ഇതിൻ്റെ അടിയിലത്തെ ബോബിൻ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഏകദേശം എന്നൊക്കെ വലിക്കാണ്ട് തന്നെ ചുരുങ്ങി കിട്ടുന്നുണ്ട്. പക്ഷെ ചിലയിടത്ത് കണ്ടോ ഞാൻ വലിച്ചു കൊടുക്കുന്നുണ്ട്. വലിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എലാസ്റ്റിക് അടിക്കുമ്പോൾ പൊതുവേ പറയില്ലേ വലിച്ചടിക്കണം. അപ്പോൾ ഇത് ഒരു സ്റ്റെപ്പ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞാൻ ലേഗ് അടുപ്പിച്ച് കാണിക്കുന്നില്ല. സെക്കൻഡ് അടുത്തത് നിങ്ങൾക്ക് എത്ര ഗ്യാപ്പിലാണോ നിങ്ങൾക്ക് സ്റ്റിച്ച് വേണ്ടത് ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ആ ഗ്യാപ്പിൽ അടിക്കാം നിങ്ങൾക്ക്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ അടിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായി കിട്ടും. അടുത്തടുത്ത് സ്റ്റിച്ച് ഉണ്ടാകുമ്പോഴാണ് ആ എലാസ്റ്റിക് ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളിഷ്ടം പോലെ, അതൊക്കെ നിങ്ങളെ ചോയ്സാണ്. പിന്നെ ബോബിൻ കേസിൽ എലാസ്റ്റിക് ത്രെഡ് തീരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചുറ്റിക്കൊടുക്കണം. കാരണം ഇങ്ങനെയാകുമ്പോൾ ഒരു 2 ലൈൻ അടിക്കാനുള്ള ഇതേ ഉണ്ടാവും അതിൻ്റെ അകത്ത്, അത്രേ കൊള്ളും. ബാക്കി നമ്മൾ ചുറ്റിക്കൊടുക്കണം. അതേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. കാരണം അതിങ്ങനെ തീരുന്നതിനനുസരിച്ച് ബോബിൻ കേസിലേക്ക് എലാസ്റ്റിക് ത്രെഡ് നിറച്ച് കൊടുക്കണം. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമാണ്. സാധാരണ ചുരിദാർ അടിക്കുന്നതിനെക്കാട്ടിയും എളുപ്പമാണ്. ഇതുപോലെ ബാക്കിലത്തെ തുണിക്കും ഇതുപോലെ തന്നെ അടിക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ലെന കുട്ടു എന്നാണ് പേജിൻ്റെ പേര്. കഴിയുമെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഒരു FB പേജും ഉണ്ട്, ലെന നിഖിൽ എന്ന പേര്. അതും കൂടെ കൂട്ടത്തിലൊന്ന് ഫോളോ ചെയ്ത് നന്നായിരുന്നു. മൊത്തം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കൈയിൻ്റെ പീസാണ്. അപ്പോൾ നേരത്തെ മടക്കിയ പോലെ മേലെ മടക്കണം. പക്ഷേ എങ്കിൽ നേരത്തെ ചെറുതായിട്ടല്ലേ നമ്മൾ മടക്കിയത്, ഒരു 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ മടക്കി അടിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് നെക്കിൻ്റെ ഷോൾഡർ ഭാഗത്തേക്ക് വരുന്ന തുണിയാണ്. അപ്പോൾ നമുക്കത് കുറച്ച് വീതിയിൽ അടിക്കണം. കണ്ടോ, 1 ഇഞ്ച് വീതിയിൽ, 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് കയറുന്ന വീതിയിൽ നമ്മൾ അടിക്കണം. അവിടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ പാൻറ്റിന് വെക്കുന്ന 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഉണ്ടാവും. ആ എലാസ്റ്റിക് ഉപയോഗിക്കുക നമ്മൾ വേണ്ടത്. അപ്പോൾ ആ എലാസ്റ്റിക് 13 ഇഞ്ച് നീളം എടുക്കണം കേട്ടോ. പിന്നെ ഇപ്പുറത്തെ തെറ്റുമില്ലേ, നമ്മൾ ആ കട്ട് ചെയ്യാത്ത തെറ്റോ ഒന്ന് മടക്കി അടിക്കണം. കാരണം ആ തെറ്റാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാത്ത ആ തെറ്റില്ലേ, ക്രോസ് കട്ട് ചെയ്യാത്ത തെറ്റാണ് നമ്മൾ അറ്റത്ത് വരുക കൈയിൻ്റെ. ബാക്കിയുള്ളത് ഷോൾഡർ ഭാഗത്താണ് വരിക. അപ്പോൾ ഷോൾഡർ ഭാഗത്തുള്ളത് 1 ഇഞ്ച് അളവിൽ ഇങ്ങനെ അടിക്കുക, മടക്കി അടിക്കുക. മറ്റേ ഭാഗം 1/2 ഇഞ്ച് അളവിൽ വെക്കുക. കാരണം ഈ എലാസ്റ്റിക്കാണ് നമുക്കിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് അടിക്കുക. കണ്ടോ, ഇത് 2 മടക്കായിട്ട് അടിച്ച് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ കൈയിൻ്റെ താവ് ഭാഗത്ത് വരുന്ന പോർഷന് കണ്ടാൽ ഞാൻ പറ്റില്ല, ഒരു 1/2 ഇഞ്ച് ഇതിൽ മടക്കി അടിക്കുക. അതാണ് മടക്കി അടിക്കുന്നത്. അപ്പോൾ ഈ അരു അടിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് കൈയിൻ്റെ കുറച്ച് മേലോട്ട് മുതൽ പഫ് വരുന്നുണ്ട്. അപ്പോൾ അത് വരെ നമ്മൾ ഫ്രീ ആയി, അതിന് ശേഷം നമ്മൾ എലാസ്റ്റിക് വെച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ ആടെ നിന്ന് കൈയിൻ്റെ അറ്റത്തുനിന്ന് ഒരു 3-4 ഇഞ്ച് വിട്ടിട്ട് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് മുതൽ വേണം എലാസ്റ്റിക് അടിക്കാൻ. ഇനി നമ്മൾ കൈയിൻ്റെ അറ്റത്ത് എന്താ പറയുക, കൈ ഇങ്ങനെ ഒരു പഫ് പോലെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, താഴെ ഇങ്ങനെ ഒരു പൂ പോലെ നിന്നിട്ട് ഒരു പഫ് പോലെ, നിങ്ങൾ ആദ്യത്തെ പിക്ചർ നോക്കിയാൽ തിരിയും. അപ്പോൾ അതങ്ങനെ നിൽക്കണമെങ്കിൽ അവിടെയും എലാസ്റ്റിക് വേണം. നിങ്ങൾക്ക് ഏറ്റവും ചെറിയ എലാസ്റ്റിക് കിട്ടും, അതായത് 1/4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് കിട്ടും. ആ എലാസ്റ്റിക് വെച്ചിട്ട് ഒന്നെങ്കിൽ വലിച്ചടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വേറൊരു പീസ് തുണി ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡ് അതിൻ്റെ അതൊരു സ്ക്വയർ പീസാക്കി അരുവൊക്കെ അടിച്ച് വെച്ച തുണി ഇങ്ങനെ വെച്ചടിച്ചിട്ട് അതിനുള്ളിലോട്ട് എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ എലാസ്റ്റിക് വെച്ച് വലിച്ചടിച്ചാലും മതി.
നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ സൗകര്യാർത്ഥം ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ 2 സൈഡും ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ആദ്യം അടിച്ചിട്ടില്ലേ ഷോൾഡറിനൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സൈഡിലേക്കുള്ള എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യണം. ഇങ്ങനെ പിന്നൂത്തി അതിനകത്ത് കുത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ, വലിച്ച് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ കൈയുടെ താഴത്തെ ഭാഗത്ത് ഇങ്ങനെ ഒരു തുണി വെച്ചടിച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ് പറയുന്നത് എലാസ്റ്റിക്. 8-9 അത് നിങ്ങൾ എലാസ്റ്റിക്കിൻ്റെ അളവ് 8-9 നിങ്ങൾക്ക് എടുക്കാം. ടൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ 9 എടുത്തത്. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ഇഷ്ടങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇൻസേർട്ട് ചെയ്യുക അത്. അപ്പോൾ നമ്മളങ്ങനെ 2 കൈയിൻ്റെ ഭാഗം ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുക. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. താഴത്തെ പോർഷൻ ഇതും ഇത് താഴത്തത് മുകളിലത്തത് വേറെ. അങ്ങനെ 2 കൈയിൻ്റെയും പഠിക്കുക. പിന്നെ നമ്മൾ തുണി ഇങ്ങനെ എലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് ഫ്രണ്ടിൽ വെക്കേണ്ട പീസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ 4 ഇഞ്ച് 2 ഇഞ്ച് ആ ഇതിൽ കോണ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ആ കോണ് കട്ട് ചെയ്തതിൻ്റെ കോണിൻ്റെ ആ ഭാഗത്താണ് തുടങ്ങേണ്ടത്. അതിൽ നിന്ന് നമ്മൾ സൈഡ് കൂട്ടും. ഒരു ഭാഗത്തെ സൈഡ് മാത്രം കൂട്ടി അടിക്കുക. കൂട്ടി അടിച്ചതിന് ശേഷം നമ്മൾ ബാക്കി ആ കൈ വെച്ച് കൊടുക്കണം. ഈ കൈ അടിച്ചു വെച്ചില്ലേ ആവൃത്തിൻ്റെ അതിന് ആ വലിയ എലാസ്റ്റിക്കുള്ള ഭാഗം മുകളിൽ നമ്മൾ കൂട്ടി അടിച്ചിട്ടില്ല ആ തുണി ആ കൂട്ടി അടിച്ചതിൻ്റെ പുരം വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, വലിയ എലാസ്റ്റിക് നമ്മൾ ആ എലാസ്റ്റിക് ത്രെഡ് ഉപയോഗിച്ച് അടിച്ചതിൻ്റെ മുകളിൽ വെക്കുക. അന്ന് പിന്നെ ആ കോണ് 4 കട്ട് ചെയ്തത് സെയിം ആക്കി വെക്കുക. അതിനകത്ത് ആ കോണുണ്ടാവും, ആ കോണ് സെയിം ആക്കിയിട്ട് അടിക്കുക. അതായത് നല്ല വശവും പിടിച്ചിട്ട് അടിക്കുക. നല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചതിന് ശേഷം 1 അടി അടിച്ചതിന് ശേഷം ഇങ്ങനെ നോക്കുക. എന്നിട്ട് 2 അടി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കൂട്ടാനുള്ളത് കൈയിൻ്റെ അപ്പുറത്തെ സൈഡാണ് കൂട്ടേണ്ടത്. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈയിൻ്റെ സൈഡാണ് കൂട്ടി അടിക്കേണ്ടത്. കൈയിൻ്റെ സൈഡ് സാധാരണ അടിക്കുന്ന പോലെ കൈയിൻ്റെ സൈഡ് കൂട്ടി അടിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിരുന്നേ. ഇഷ്ടപ്പെട്ടിരുന്ന വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് അടിക്കുക. ഇതടിച്ച് കഴിഞ്ഞതിന് ശേഷം താഴോളം കൂട്ടി അടിക്കാവുന്നതാണ്. ഷോൾഡർ കണക്കാക്കി വെക്കണം, കണക്കാവുന്നത് നോക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ്ങിനെല്ലാം താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചോളൂ കേട്ടോ.
സൈഡും കൈയും കൂട്ടിയടിക്കുക, 2 സൈഡും കൈയും സൈഡുകളും നമുക്ക് കൂട്ടിയടിക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണിത്. സിമ്പിളാണ്, ആർക്കും ചെയ്യാം. ആ എലാസ്റ്റിക് ത്രെഡ് അടിക്കുന്നതേ പണിയുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.